ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടുത്ത ജാമ്യം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനാണ് ജാമ്യം ലഭിച്ചത്. രണ്ട് കേസുകളിലും സ്വാഭാവിക ജാമ്യം കിട്ടിയിരിക്കുന്നു. ഇന്ന് തന്നെ സുധീഷ് കുമാർ പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കുമെന്നാണ്. എൻ വാസുവിനെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ആനന്ദൻ വിവരങ്ങൾ വേണ്ട ആനന്ദൻ. അപ്പോൾ ഈ സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് തുടരുന്നു. ദിവിഷ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് ജാമ്യം കിട്ടുമോ? രണ്ട് കേസിലും സ്വാഭാവികമായ ജാമ്യം കിട്ടി ഇന്ന് തന്നെ ജയിൽ മോചിതനാകുമോ എന്നുള്ളതായിരുന്നു ഇന്നത്തെ ആകാംക്ഷ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. കാരണം ഈ രണ്ടാമത്തെ കേസിൽ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷ വാദം കേൾക്കാൻ വേണ്ടി ബുധനാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവിക ജാമ്യം എന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ, അതായത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് സ്വാഭാവിക ജാമ്യം ആ കേസിലും വേണമെന്നാവശ്യപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. പക്ഷേ ആ സ്വാഭാവിക ജാമ്യം ഇന്ന് കോടതി അനുവദിച്ചില്ല. പകരം ആ ഹർജിയിൽ വാദം കേൾക്കാനാണ് കോടതിയുടെ തീരുമാനം. അതുകൊണ്ട് ബുധനാഴ്ചത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി ആ ഹർജി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് മറ്റൊരു പ്രതിക്ക് ജാമ്യം രണ്ട് കേസുകളിലും ലഭിച്ചു. അത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുധീഷ് കുമാറാണ്. സുധീഷ് കുമാറിന് കട്ടളപ്പാളി കേസിലും ദ്വാരപാലക പാളി കേസിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്വാഭാവിക ജാമ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ സുധീഷ് കുമാറിന് ജയിൽ മോചിതനാകാൻ കഴിയും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന മൂന്നാമത്തെ പ്രതിയാണ് സുധീഷ് കുമാർ. നേരത്തെ കേസിലെ പ്രധാന പ്രതി മുരാരി ബാബുവിനും മറ്റൊരു പ്രതിയായ ശ്രീകുമാറിനും സ്വാഭാവിക ജാമ്യം രണ്ട് കേസുകളിലും ലഭിച്ച് രണ്ടുപേരും ജയിൽ മോചിതരായിരുന്നു. അതിനൊപ്പം തന്നെ ഇന്ന് എൻ വാസുവിൻ്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ ദിവസമാണ്. എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കി. കോടതി വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ദ്വാരപാലക പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് ഇന്ന് ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ദിവിഷം, സുധീഷ് കുമാറിന് കൂടി ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ ബുധനാഴ്ചത്തേക്ക് വാദം കേൾക്കാനായി കോടതി മാറ്റിയിരിക്കുന്നു എന്നതാണ്. നിലവിലെ അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല. എല്ലാം കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ കാലതാമസം ആളുകൾക്ക് ജാമ്യം കിട്ടുന്നതിലേക്ക് വഴിവെക്കുന്നു. ഒരു സമ്മർദ്ദത്തിന് അടിമപ്പെട്ടോ SIT എന്ന നിലയ്ക്കുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.